എന്നാൽ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന അവസാന ആളെ സംബന്ധിച്ചും നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി ലഅലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ വആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂല റജുലുൻ യഖ്റുജു മിനൻ നാരി കബുവൻ ഫയഖൂലുല്ലാഹ് ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ഫയഅതിയഹാ ഫയുഖയ്യലു ഇലൈഹി അന്നഹാ മൽആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നരകത്തിൽ നിന്ന് അവസാനം മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ അവസാനമായി പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ ഒരു സംഘം തന്നെയാണത്. എന്നിട്ട് അതിൽ ഒരാളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ പുറത്തു വരും, മുഖം കുത്തിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയോട് പറയും, ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയും. അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് തോന്നും, സ്വർഗത്തിലെ ആളുകളെല്ലാം അവരവരുടെ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, സ്വർഗം നിറഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് സ്ഥലമില്ല എന്ന് അയാൾ കരുതും. ഫയർജിഉ ഫയഖൂലു യാ റബ്ബി വജദ്തുഹാ മൽആ. അപ്പോൾ ആ വ്യക്തി അള്ളാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയും, അള്ളാഹുവേ, അത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ ഇനി സീറ്റില്ല, എനിക്ക് അവിടെ സീറ്റില്ല എന്ന് വന്ന് പരാതി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മടക്കി പറഞ്ഞയക്കും. അങ്ങനെ 2-3 തവണ മടക്കി പറഞ്ഞയച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് കയറിക്കോ, ഫഇന്ന ലക മിസ്ല ദുനിയ വഅശറത അംസാലിഹ. ഈ ദുനിയാവിലുള്ള അഥവാ ഭൂമി എത്രത്തോളമുണ്ടോ അതും അതിന്റെ 10 ഇരട്ടിയും നിനക്കുണ്ട്. അല്ലാഹു അക്ബർ. ഭൂമി തന്നെ എത്രയുണ്ട്, അതിന്റെ 10 ഇരട്ടിയുണ്ട് എന്നാണ്. ഫയഖൂലു, അപ്പോൾ ആ വ്യക്തിയും ചോദിക്കുന്നുണ്ട്, തസ്ഖറു മിന്നി ഔ തദ്ഹഖു മിന്നി, എന്നെ കളിയാക്കുകയാണോ, പരിഹസിക്കുകയാണോ? അൻതൽ മലിക്, നീ വലിയ രാജാവായിരിക്കെ. ഈ വിഷയം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ തന്റെ അണപ്പല്ലുകൾ കാണുമാറ് ലഹിക ഹത്താ ബദത് നവാജിദുഹു, അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചു എന്നാണ് ആ അവസാനത്തെ വ്യക്തിയുടെ ആ സംസാരം കേട്ടിട്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദാക അദ്നാ അഹ്ലിൽ ജന്നതി മൻസില, സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം അത്തരം ആളുകൾക്കാണ്. നോക്കൂ, ഈ ഭൂമിയും അതിന്റെ 10 ഇരട്ടിയും, അതാണ് ഏറ്റവും കുറവെങ്കിൽ ഏറ്റവും കൂടിയത് എത്രയായിരിക്കും? അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ.